ഹലോ, ഹായ്. അന്നാസാണ്. ആഹ് എനിക്കിന്ന് അത്ര ഹാപ്പി അല്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുമ്പോൾ. കാരണം കഴിഞ്ഞ ദിവസമല്ല, 2 ദിവസമായി ഉണ്ടായ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കാശ്മീരിൽ ഉണ്ടായ അപകടത്തിൽ ഒരുപാട് പേർക്ക് വേണ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടിരിക്കണം. ചിലർക്ക് ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്ന മൂത്ത മോനെ നഷ്ടപ്പെട്ടിരിക്കണം. പിന്നെ അതുമല്ലെങ്കിൽ ആ വീട്ടിലെ മൂത്ത കർന്നൂമര് അല്ലെങ്കിൽ അച്ഛൻ, അമ്മാവൻ, ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതൽ കണക്കൊന്നും പറയുന്നില്ല. പിന്നെ കൂടുതൽ എന്റെ കണ്ണിൽ ഉടക്കിയത് മറ്റേ നമ്മുടെ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലാണെങ്കിലും വന്ന ഒരു പോസ്റ്റ് ആണ്. കാരണം ഒരു ഒരാള് ജീവൻ പോയിട്ട് മരിച്ചു കിടക്കുന്നു. അയാളുടെ തൊട്ടടുത്ത് അയാളുടെ ഭാര്യയാണ്. ഹിമാൻഷി എന്നാണ് പേര്. ഞാൻ ഇപ്പൊ നോക്കിയപ്പോ കണ്ടത്. നിരാലംബയായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ആ കുട്ടി ഇരിക്കുന്നത്. അപ്പോ ഞാൻ അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് നോക്കി എന്താണ് സംഗതി എന്ന്. ശരിയാണ്, ഞാൻ ആ പെൺകുട്ടിയുടെ പേര് ഹിമാൻഷി, മറ്റേ ഹസ്ബൻഡ് പേര് വിനയ്. ആള് നേവിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ കൂടുതൽ നോക്കി. കാരണം നേവിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളും അയാളുടെ വൈഫും കാശ്മീരിലെത്തി. അവിടുത്തെ ഗുണ്ടകളുടെ അല്ല, ഒരു ടെററിസ്റ്റ് ടീം എന്ന് പറയുന്ന ആൾക്കാരുടെ വെടി കൊണ്ടിട്ട് മരിച്ചു. അപ്പോ ഞാൻ അത് നോക്കി. കാരണം അതില് അവരെ കുറച്ച് റൊമാൻറ്റിക് വീഡിയോസ് ഉണ്ട്, കുറച്ച് ഫോട്ടോസ്. റൊമാൻറ്റിക് വീഡിയോസ് എന്ന് പറഞ്ഞാൽ അവര് ഹണിമൂൺ ആഘോഷിക്കുന്നത് എനിക്കപ്പൊ മനസ്സിലായി. ഞാൻ വായിച്ചപ്പോ മനസ്സിലായി, അവര് ഹണിമൂണിലാണ്. കാരണം വിനയ് ഹരിയാനക്കാരനാണ്. ആള് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ കൊച്ചിയിലാണ് ആള് നേവൽ ബേസിൽ വർക്ക് ചെയ്യുന്നത്. കാരണം ഒത്തിരി 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 സങ്കടത്തിലായി പോയി. കാരണം ആ പെൺകുട്ടി ഹിമാൻഷി ഇരിക്കുന്ന ഇരിപ്പും തന്റെ പ്രിയതമന് കൊടുക്കുന്ന സല്യൂട്ടും ജയ് ഹിന്ദ് പറച്ചിലും ഒക്കെ ഉണ്ട്, നമ്മളുടെ ഫേസ്ബുക്കിലുണ്ട്. ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നു. കാരണം നമ്മളുടെ ആ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ എനക്കൊന്നും താങ്ങാൻ പറ്റൂല. ആ കുട്ടിക്ക് അതിനുള്ള കരുത്ത് ദൈവം കൊടുക്കട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാന് ഞാൻ ആലോചിക്കാൻ എത്ര പേർക്കാണ് വേണ്ടപ്പെട്ടവര് നഷ്ടപ്പെട്ടിട്ടുള്ളത്. കാരണം വിനയ് അത് ഞാൻ പറഞ്ഞു, ലെഫ്റ്റനന്റ് ഓഫീസർ. പിന്നെ വേറൊരു ഫാമിലി ഉണ്ട്, ആളുടെ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. ആളെ കുറിച്ചൊരു വീഡിയോ ഞാൻ വരുന്നുണ്ട്. കാരണം ആളായിരുന്നു ആളുടെ കുടുംബത്തിന്റെ മൂത്ത സന്തതി, വരുമാന മാർഗം, അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരാളുടെ കഥയിൽ നോക്കിയിട്ടുണ്ട്. ഞാൻ പിന്നെ നോക്കിയത് വിനയിനെയാണ്. കാരണം കല്യാണം കഴിഞ്ഞൊരു 16-നാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. 16-ന് കല്യാണം കഴിഞ്ഞ് ഇന്നേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെറും 8 ദിവസം, 8 ദിവസത്തെ അവര് ഒന്ന് ഷെയർ ചെയ്തിട്ട് പോയിട്ടുണ്ടാവില്ല. എടി എന്റെ ഇഷ്ടങ്ങൾ ഇതാണ്, നിന്റെ ഇഷ്ടങ്ങൾ എന്താണ് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സമയം പോലും അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം പരസ്പരം അടുത്തു അങ്ങനെ വരുന്നപ്പോ കുറച്ച് മതം തലക്ക് പിടിച്ച മക്കള് വന്നിട്ട് വെടിവെച്ച് കൊന്നു. വെടിവെച്ച് അവര് പോയി, അവരെ വഴിക്ക് പോയി. എന്ത് ഇങ്ങനെ വേണ്ടപ്പെട്ടവരെ കൊന്നിട്ട് അവർക്കൊക്കെ എന്ത് കിട്ടുന്നത് എനിക്കറിയില്ല. കാരണം ഞാൻ അത്രക്ക് ടെസ്റ്റാണ് ഞാൻ ഇന്ന്. കാരണം എനിക്ക് നമ്മൾ കുറച്ച് സിനിമയിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, വേണ്ടപ്പെട്ടവര് നഷ്ടപ്പെട്ടു പോകുമ്പോ. അത് ഞാന് ഇപ്പോ വിനയുടെയും വൈഫിന്റെയും കുറച്ച് വീഡിയോസും ഫോട്ടോസും ഞാൻ സൈഡിൽ കാണിക്കാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവരെത്രത്തോളം സ്നേഹിച്ചിരുന്ന്, എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും ആഗ്രഹിച്ചിരുന്നു എന്ന്. കാരണം ഒരു ലൈഫ് തുടങ്ങി 16-ാം തീയതി തുടങ്ങിയിട്ടുള്ളൂ. ഇന്ന് 24, എനിക്ക് എന്റെ ഓർമ്മിച്ച് 24-ആണ്. 24-ാം തീയതി എത്രത്തോളം സ്നേഹം അവര് പങ്കുവച്ചിട്ടുണ്ടാവും. ഒന്നും ചേട്ടാ ഒരു ചായ വേണമെന്നോ എന്നാൽ നമുക്ക് പോയിട്ട് പുറത്ത് പോയി കുടിക്കാമെന്നോ അവര് പറഞ്ഞിട്ടുണ്ടാകില്ല. കാരണം ശരിക്കും സങ്കടം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അതൊക്കെ. ഞാനൊക്കെയാണെങ്കിൽ സത്യം പറഞ്ഞ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്കൊന്ന് മനസ്സിൽ പോലും വിചാരിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നത്. കാരണം ഞാനൊക്കെയാണെങ്കിൽ സ്നേഹിച്ചു കഴിഞ്ഞാല് അതിന്റെ എക്സ്ട്രീം ആത്മാവിന്റെ
അറ്റം വരെ പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഈ കുട്ടി അങ്ങനെ കല്യാണം കഴിച്ചു, വീടാൻ പ്രിയമ്പട്ടൻ ഒരു ജസ്റ്റ് ഒരു ഹണിമൂണിന് പോയി. അവരുടെ ജീവിതം തുടങ്ങുകയാണ്. ആൾക്കാരോട് പറയാണ് ഇതെന്റെ പ്രിയപ്പെട്ടവനാണ്, ഇതെന്റെ പ്രിയപ്പെട്ടവളാണ് എന്ന് ആൾക്കാരോട് പറയുന്ന സമയത്ത് കൈവിട്ട് പോവുക. വിനയുടെ കാര്യം ഞാൻ പറയാൻ മറന്നു. ആള് നമ്മൾ ദൈവത്തിന് സ്വന്തം നാട്ടിൽ തന്നെയാണ്, കൊച്ചിയിലാണ്, നാവൽ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. ആളിപ്പോ ഇവിടേക്ക് ട്രാൻസ്ഫർ ആയി വന്നു എന്നാണ് ഞാൻ കേട്ടത്. കാരണം ഇപ്പോ റീസെന്റ് ആള് ലീവിലാണ്. കാരണം കല്യാണം കഴിഞ്ഞു, ഓഫ്കോഴ്സ് 16-ാം തീയതി അല്ല കല്യാണം കഴിഞ്ഞിട്ടുള്ളത്. 16-ാം തീയതി കല്യാണം കഴിഞ്ഞ് അവര് ഹണിമൂണിനായിട്ട് കാശ്മീരിലേക്ക് പോയതാണ്. എന്ത് മനോഹരമായ സ്ഥലങ്ങള്, കാരണം ബ്യൂട്ടിഫുൾ കപ്പിൾസ്. ഞാൻ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഓ കൊള്ളാം, നന്നായിട്ടുണ്ട്. പക്ഷെ പിന്നെയാണ് ആ ഫോട്ടോ, ഒരു ചിത്രം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പരക്കെ എല്ലാരും ഷെയർ ചെയ്യുന്നുണ്ട്. വേറൊന്നുമില്ല, അതായത് ആള് വെടികൊണ്ട് ആള് മരിച്ചു, ആളുടെ തൊട്ടടുത്ത്, അതായത് എല്ലാം നഷ്ടപ്പെട്ടു, ജീവിതം തന്നെ നഷ്ടപ്പെട്ടു എന്ന രീതിയിൽ ആ പെണ്ണിരിക്കുകയാണ്. ഇനി എന്ത്, ഇനി ആരൊക്കെ എന്തൊക്കെ, ആ ഒരു മുഖഭാവവും ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ. നമ്മളോട് ആരും പറയണ്ട. പക്ഷെ എന്താ ചെയ്യാ, നമുക്കിതിൽ കൂടുതൽ കവിതകൾ എഴുതിയിട്ടോ കഥകൾ എഴുതിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടോ കാര്യമില്ല. കാരണം നഷ്ടപ്പെട്ടതിന്റെ വേദന നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പോ ഒരുപാട് സ്വപ്നങ്ങൾ അവനെ വെടിവെച്ച് കൊന്നു എന്നാണ് പറയുന്നത്. ആ വെടി കൊണ്ട സമയത്തും അവനെ ആലോചിച്ചിട്ടുണ്ടാവില്ലേ, അയ്യോ ജീവൻ പോകുന്നതിന് മുന്നേ എന്റെ പെണ്ണിന് ഒറ്റക്കാവൂലോ. അവളെ മനസ്സിലുണ്ടാവും, അയ്യോ എന്റെ പ്രിയപ്പെട്ടവൻ പോണു, ഞാനിനി എന്ത്, ഞങ്ങളിനി എന്ത്, അവര് കണ്ട സ്വപ്നങ്ങൾ എന്ത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ രാവിലെ ഇങ്ങനെ ഡെസ്പായിട്ട് മാനത്ത് നോക്കി കിളി പോയിട്ടിരിക്കുമ്പോ ഉമ്മ വന്ന് ചോദിച്ചു, എടാ നിനക്ക് ഇത് എന്ത് പറ്റി, നീ ഇങ്ങനെ ഒന്നല്ലല്ലോ, രാവിലെ ചിരിച്ചു കളിച്ചിരിക്കുന്ന ആളല്ലേ. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അവര് റീസെന്റ് കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഒരു 10 ദിവസം പോലും ആയിട്ടില്ല തോന്നണ്. കാരണം 16-ാം തീയതി, ഇന്നേക്ക് 8 ദിവസമല്ലേ ആവുന്നുള്ളൂ. അവര് അതുപോലെ ആവുന്നതിന് മുന്നേ ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി ഒരുമിച്ചുള്ള ജീവിതം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവര് പോയിരിക്കുകയാണ്. പിന്നെ ഞാൻ കണ്ടു, കാരണം പ്രിയപ്പെട്ടവനെ യാത്രയാക്കുന്ന രംഗമുണ്ടല്ലോ, അതായത് ഇവള് സെല്യൂട്ട് ചെയ്ത് ജയ്ഹിന്ദ് പറയുന്ന രംഗത്തിലൊക്കെ യാ ഹുദ എനക്കൊന്നും പറ്റൂല താങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ പറയാ, പ്രിയപ്പെട്ടവർക്ക് ആരും നഷ്ടപ്പെടാതിരിക്കട്ടെ, അവർക്കും നഷ്ടപ്പെടാതിരിക്കട്ടെ. കാരണം ഇനിയും ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇല്ലാതിരിക്കട്ടെ. അത്രയ്ക്ക് സങ്കടമുണ്ട് കാര്യത്തില്. വിനയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നാവൽ ഓഫീസർ ആയിരുന്നു ഇന്ത്യയുടെ, അവന്റെ ഭാര്യ ഹണിമൂണിലാണ് കല്യാണം കഴിച്ച് പരസ്പരം അറിഞ്ഞു പോലും ഇല്ലാത്ത അവരുടെ ആ കുട്ടി ഇതിന് റിക്കവർ ചെയ്ത് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെന്താ പറയാ, വേറൊന്നും പറയാൻ വരുന്നില്ല, അല്ലെങ്കിൽ വായടക്കാത്ത ഒരാളാണ് ഞാന്. ഇനി ഇങ്ങനൊന്നും സംഭവിക്കാതിരിക്കട്ടെ, നമ്മളെ നാട്ടിൽ ആർക്കും ഭ്രാന്ത് വരാതിരിക്കട്ടെ, ജാതിഭ്രാന്തും മതഭ്രാന്തും, ആർക്കും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടാതിരിക്കട്ടെ.